സർവമായ സിനിമയിലെ ഹിഡൻ ഡീറ്റെയിൽസും എക്സ്പ്ലനേഷൻസും ഇടയ്ക്ക് കണ്ടെത്തിയ കുറച്ച് സയൻസ് കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക്. കൊച്ചിൻ കലാമേളയുടെ സംഗീതരാവ് നടക്കുന്നത് കാണിച്ചുകൊണ്ടാണ് സിനിമ ആരംഭിക്കുന്നത്. ആ ഫ്ലെക്സിൽ കൊടുത്തിരിക്കുന്നത് കൊച്ചിൻ കലാമേള വിത്ത് മോഡേൺ ഇൻസ്ട്രുമെൻറ്റ്സ് എന്നാണ്. 2 മോഡേൺ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഓർക്കസ്ട്രയിൽ ഉണ്ടായിരുന്നത്. ഒന്ന് കീബോർഡും 2 പ്രഭേന്ദുവിൻ്റെ ഇലക്ട്രിക് ഗിറ്റാറും. ബാക്കിയൊക്കെ പഴയ ഉപകരണങ്ങൾ തന്നെയാണ്. അതായത് ട്രൂപ്പ് ഓടിപ്പോകുന്നതിൽ പ്രധാനപ്പെട്ട ഒരാൾ പ്രഭേന്ദുവാണ്. യൂറോപ്പ് ട്രിപ്പ് പോകാനുള്ള വിസ വന്നു എന്ന് സജി പട്ടാമ്പി പറയുന്ന രംഗം. ശേഷം ഫോണിൽ കാണിക്കുന്നത് വിസ അനുവദിച്ചവരുടെ ലിസ്റ്റാണ്. അതിന് തൊട്ട് മുൻപ് കുറച്ച് സമയത്തേക്ക് ഫോണിൽ ഏതു തരം വിസയാണ് അനുവദിച്ച് കിട്ടിയിരിക്കുന്നതെന്ന് കാണിക്കുന്നുണ്ട്. ഷെങ്കൻ വിസ. വെറുതെ വിസ അപ്രൂവൽ എന്ന് കാണിക്കാതെ മാക്സിമം ഡീറ്റെയിൽസ് കാണിച്ചിട്ടുണ്ട് ചെറിയൊരു സീനിലായിട്ട് കൂടി. മാത്രമല്ല അവരുടെ ട്രിപ്പ് ഒന്നിലധികം രാജ്യങ്ങളിലേക്കാണ്. അത് കുറേ നാളത്തേക്കും കൂടിയാണ്. സിനിമയിൽ പിന്നീട് അങ്ങോട്ട് ഈ ട്രൂപ്പിൻ്റെ കൂടെ പ്രഭയുടെ ഒരു പ്രോഗ്രാം പോലും കാണിക്കുന്നില്ല. കാരണം അവർ ആരും തന്നെ നാട്ടിലില്ലായിരുന്നു. പ്രഭേന്ദുവിൻ്റെ റൂമിൽ ചെല്ലുമ്പോൾ പ്രഭ ആദ്യം നോക്കുന്നത് ഒരു ഗിറ്റാറിലേക്കാണ്. അത് പ്രഭയുടെ ആദ്യത്തെ ഗിറ്റാറാണ്. അതൊരു അക്കോസ്റ്റിക് ഗിറ്റാറാണ്. പ്രഭ നിലവിൽ ഉപയോഗിക്കുന്നത് ഇലക്ട്രോണിക് ഗിറ്റാറാണ്. ഈ 2 ഗിറ്റാറുകളെക്കുറിച്ചും സിനിമയിൽ ഡീറ്റെയിൽ ആയി പിന്നീട് പറയുന്നുണ്ട്. അത് മറ്റൊരു പോയിന്റിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. നിവിൻ പോളിയുടെ കഥാപാത്രം പ്രഭേന്ദുവിൻ്റെ സുഹൃത്തായ ഫൈസലായി അഭിനയിച്ചിരിക്കുന്നത് ആട്ടം സിനിമയുടെ സംവിധായകനായ ആനന്ദ് ഏകർഷിയാണ്. ഇത് എടുത്തു പറയാൻ കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമകളിലൊന്നാണ് ആട്ടം. ഈ കാണിച്ചിരിക്കുന്നത് ഇലക്ട്രിക് ഹോമകുണ്ഡമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സാധനത്തെക്കുറിച്ച് കേൾക്കുന്നത്. തുടർന്നുള്ള പൂജകളൊക്കെ രൂപയും പ്രഭയും ചേർന്ന് നടത്തുന്നത് ഈ ഇലക്ട്രിക് ഹോമകുണ്ഡം ഉപയോഗിച്ചാണ്. രൂപയും പ്രഭയും ചേർന്ന് നടത്തുന്ന പൂജകളിൽ മിക്കതും വീടുകളുമായി ബന്ധപ്പെട്ടതാണ്. എങ്കിലും ചിലതൊക്കെ വ്യത്യസ്തമാണ്. അത് ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. ബ്യൂട്ടി പാർലറിൻ്റെ പൂജ, പടക്കക്കടയുടെ പൂജ, ജിംനേഷ്യത്തിൻ്റെ പൂജ, ഒരു ഒളിച്ചോടി കല്യാണം, JCBയുടെ പൂജ, സ്പോർട്സ് ടർഫിൻ്റെ പൂജ, കൺസ്ട്രക്ഷൻ സൈറ്റിൻ്റെ പൂജ. അവിനാശിൻ്റെ ദേഹത്ത് കൂടിയ പ്രേതബാധ ഒഴിവാക്കാനായി പൂജ ചെയ്യാൻ ആ വീട്ടിലെത്തുമ്പോൾ പ്രഭേന്ദുവും അവിനാശിൻ്റെ അച്ഛനുമായുള്ള സംഭാഷണത്തിൽ നിന്നും അവരുടെ നാട് കുട്ടിക്കാനമാണെന്ന് മനസ്സിലാവും. മായയുടെ വീടും കുട്ടിക്കാനത്തായിരുന്നു. മായയുടെ അനിയൻ പഠിച്ചതും കുട്ടിക്കാനത്താണ്. ആ സ്കൂളിലെ ഹെഡ് ബോയ് ആയിരുന്നു അവിനാശ്. മായയുടെ മരണം നടക്കുമ്പോൾ മായയുടെ അനിയൻ്റെ കൂടെ ഉണ്ടായിരുന്നതും അവിനാശാണ്. മരണശേഷം അവിനാശിൻ്റെ ഒപ്പം കൂടിയതാണ് മായയുടെ ആത്മാവ്. അങ്ങനെയാണ് മായയുടെ ആത്മാവ് കുട്ടിക്കാനത്ത് നിന്നും പാലക്കാട്ടേക്ക് വന്നത്. ക്ലാസ്സിലെ വളരെ ആക്റ്റീവായ എല്ലാ കാര്യങ്ങൾക്കും മുൻപിട്ട് നിൽക്കുന്ന കുട്ടികളെയാണ് സാധാരണ ഈ ഹെഡ് ബോയ് ഒക്കെയായി സെലക്ട് ചെയ്യുക. അങ്ങനെയുള്ള ആളായിരുന്നു അവിനാശ് എന്ന് ഫ്ലാഷ് ബാക്ക് സീനുകളിൽ നിന്നും മനസ്സിലാവും. എന്നാൽ മായയുടെ ആത്മാവ് കൂടെ കൂടിയതിന് ശേഷം അവിനാശ് ആളാകെ മാറിപ്പോയിരിക്കുന്നത് കാണാം. ആ വേഷം ചെയ്ത കുട്ടി ഈ 2 അവസ്ഥയും വളരെ ഭംഗിയായി അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ സംശയം അവിനാശിന് ജേക്കബിൻ്റെ ചേച്ചിയെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലേ എന്നതാണ്. അത് മനസ്സിലാക്കേണ്ടതായിരുന്നു. ചിലപ്പോൾ പേടിച്ചു പോയിരിക്കാം. പിന്നെ പൂജയുടെ ഇടയ്ക്ക് വെച്ച് പെട്ടെന്ന് അവിനാശ് എഴുന്നേറ്റ് നോർമലായി പെരുമാറിയതിന് കാരണം മിക്കവാറും ഡെലൂലു അവിനാശിനോട് ഞാൻ പോവുകയാണ്, ഇനി കുട്ടുവിനെ ശല്യം ചെയ്യില്ല എന്ന് വല്ലതും പറഞ്ഞു കാണും. പ്രശ്നങ്ങളൊക്കെ മാറി എഴുന്നേറ്റ് പോകുന്ന അവിനാശ് ബ്രെഡിൻ്റെ കവർ തുറന്ന് അതെടുത്ത് കഴിക്കുന്നുണ്ട്. പക്ഷേ ശ്രദ്ധിച്ചു നോക്കിയാൽ ബ്രെഡിൻ്റെ കവറിൽ നിന്നും ബ്രെഡ് എടുത്ത് തൊട്ടടുത്തിരുന്ന പീനട്ട് ബട്ടറിൻ്റെ കുപ്പിയുടെ അടപ്പ് തുറന്ന് സ്പൂൺ കൊണ്ട് അതെടുത്ത് ബ്രെഡിൽ തേച്ചാണ് കഴിക്കുന്നത്. ആ ഇമോഷണൽ കോമഡി രംഗത്തിനിടയിൽ ഈ ഒരു കാര്യം ആരും ശ്രദ്ധിക്കണമെന്നില്ല. ഫൈസൽ പറഞ്ഞിട്ട് പ്രഭേന്ദു ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഏജൻറ്റ് പറയുന്നത് റിജക്റ്റ് ആയിക്കോളും എന്നാണ്. പക്ഷേ പ്രഭേന്ദുവിന് ക്രെഡിറ്റ് കാർഡ് കിട്ടിയിരുന്നു എന്ന് സിനിമയിൽ പിന്നീട് കാണിക്കുന്നുണ്ട്. അതുപയോഗിച്ചാണ് ഡെലൂലു ഡ്രസ്സ് ഓർഡർ ചെയ്യുന്നത്. പ്രഭേന്ദു ഡെലൂലുവിനെ ആദ്യമായി കാണുന്നത് രാത്രിയിൽ ഉറക്കം ഉണർന്ന് നോക്കുമ്പോൾ കണ്ണാടിയിലൂടെയാണ്. സിനിമയുടെ അവസാനം മായയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ചുമരിൽ വെച്ചിരിക്കുന്ന മായയുടെ ഫോട്ടോ പ്രഭേന്ദു കാണുന്നതും അവിടെയുള്ളൊരു കണ്ണാടിയിലൂടെയാണ്. ഡെലൂലുവിനെ പേടിച്ച് വെല്ലിച്ചൻ്റെ മുറിയിൽ പോയി കിടന്നുറങ്ങുന്ന രംഗം. രാവിലെ പ്രഭേന്ദു എഴുന്നേൽക്കുന്നത് വളരെ നോർമലായിട്ടാണ്. എന്നാൽ എഴുന്നേറ്റ ഉടനെ ബാത്റൂമിൽ നിന്നുള്ള മൂത്രത്തിൻ്റെ മണം സഹിക്കാൻ കഴിയാതെ അങ്ങോട്ട് ചെന്ന് ഫ്ലഷ് അടിക്കുന്നുണ്ട്. മൂത്രത്തിൻ്റെ മണം അടിച്ചിട്ടല്ല പ്രഭേന്ദു എഴുന്നേൽക്കുന്നത്, പക്ഷേ എഴുന്നേറ്റ ശേഷമാണ് മണം കിട്ടുന്നത്. ഇതിന് കാരണം ഉറങ്ങുന്നയാൾക്ക് മണം അറിയാനുള്ള കഴിവില്ല. ഫൈസലും പ്രഭേന്ദുവും സംസാരിച്ചിരിക്കുന്ന സൗണ്ട് റെക്കോർഡിംഗ് സ്റ്റുഡിയോയുടെ ചുമരിൽ 3 സിനിമകളുടെ പോസ്റ്ററുണ്ട്. സർവമായയുടെ സംവിധായകൻ അഖിൽ സത്യൻ്റെ ഇതിനു മുൻപത്തെ ചിത്രം പാച്ചു അത്ഭുത വിളക്കും, സഹോദരൻ അനൂപ് സത്യൻ്റെ വരനെ ആവശ്യമുണ്ട്, ഇവരുടെ അച്ഛൻ സത്യൻ അന്തിക്കാടിൻ്റെ ചിത്രം ഞാൻ പ്രകാശൻ എന്നിവയുടെ പോസ്റ്റേഴ്സാണത്. അന്തിക്കാട് യൂണിവേഴ്സിലെ ചിത്രങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തത് ആ സ്റ്റുഡിയോയിൽ വെച്ചാണെന്ന് കാണിക്കാനാണ് ഇതെന്ന് തോന്നുന്നു. ഇതൊരു ഹിഡൻ ഡീറ്റെയിൽ അല്ല, ഒരു എക്സ്പ്ലനേഷനാണ്. ഒരവസരം കിട്ടിയതുകൊണ്ട് പറയുന്നു എന്നേ ഉള്ളൂ.
പുതിയ പാട്ടിന് വേണ്ട ഒരു ക്യാച്ചി റിഫ് വേണമെന്നാണ് ത്രിവേദി സാർ ആവശ്യപ്പെടുന്നത്. ഈ റിഫ് എന്നത് ഒരു പാട്ടിൻ്റെ ആവർത്തിച്ചു വരുന്ന എന്നാൽ പ്രാധാന്യമുള്ള ഒരു മ്യൂസിക്കൽ പീസാണ്. അത് കേട്ടാൽ ഉടനെ തന്നെ നമുക്ക് പാട്ട് ഏതാണെന്ന് ഓർമ്മ വരും. ഉള്ളത് പറഞ്ഞാൽ ഒരു സോങ്ങിനെ ഏറ്റവും ഫേമസ് ആക്കുന്നത് പലപ്പോഴും ഈ റിഫാണ്. നല്ലൊരു എക്സാമ്പിൾ ഇതാണ്. തുടർന്ന് ഫൈസൽ പ്രഭയോട് പറയുന്നത് 2 ബാർ ക്യൂ എന്നാണ്. ഇത് ഉദ്ദേശിക്കുന്നത് പ്രഭേന്ദു എപ്പോഴാണ് ഗിറ്റാറിൽ പ്ലേ ചെയ്ത് തുടങ്ങേണ്ടത് എന്നാണ്. ഈ ക്യൂ എന്നത് സിഗ്നൽ കൊടുക്കുന്നതിനോ ഒരു റഫറൻസിനെയൊക്കെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ്. ഇവിടെ 2 ബാർ ക്യൂ എന്ന് വെച്ചാൽ 2 ബാർ കഴിഞ്ഞ് ഗിറ്റാറിൽ പ്ലേ ചെയ്ത് തുടങ്ങൂ എന്നാണ്. ഇനി ബാർ എന്നത് 4 ബീറ്റിനെ സൂചിപ്പിക്കുന്ന വാക്കാണ്. 2 ബാർ എന്നാൽ 8 ബീറ്റാണ്. ഫൈസലിൻ്റെ ഡയലോഗിൻ്റെ അർത്ഥം ഇനി 8 ബീറ്റ് കേൾക്കും, അതിനുശേഷം ഗിറ്റാറിൽ പ്ലേ ചെയ്യൂ എന്നതാണ്. സിനിമയിൽ ശ്രദ്ധിച്ചാൽ തുടർന്ന് 8 ബീറ്റാണ് കേൾക്കുക. ശേഷം മ്യൂസിക് പ്ലേ ചെയ്യും. പ്രഭേന്ദു ഗിറ്റാർ പ്ലേ ചെയ്തു തുടങ്ങും. ആദ്യം പ്രഭേന്ദു വായിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ട്യൂണാണ്. അപ്പോൾ അത് വേണ്ട എന്ന് ത്രിവേദി സാർ പറയുന്നതോടൊപ്പം അദ്ദേഹം പറയുന്നത് ട്രൈ സം സ്ട്രമ്മിങ് എന്നാണ്. ഈ സ്ട്രമ്മിങ് എന്നാൽ ഗിറ്റാറിലെ ഒന്നിലധികം കമ്പികൾ ഒരുമിച്ച് സ്ട്രൈക്ക് ചെയ്ത് ശബ്ദം ഉണ്ടാക്കുന്നതിന് പറയുന്നതാണ്. പ്രഭേന്ദുവിന് സത്യത്തിൽ തെറ്റൊന്നും സംഭവിച്ചിട്ടില്ല. കാരണം പ്രഭ ആദ്യം വായിക്കുന്നത് ഓരോ സ്ട്രിങ് വെവ്വേറെ ഇളക്കി ശബ്ദം ഉണ്ടാക്കുന്ന പിക്കിംഗ് രീതിയിലായിരുന്നു. കൂടുതലായും ഒരു മ്യൂസിക്കിൻ്റെ റിഫ് എന്നത് പിക്കിംഗ് എന്ന മെത്തേഡിൽ, അതായത് ഓരോ കമ്പികളും വ്യത്യസ്തമായി സ്ട്രൈക്ക് ചെയ്ത് ശബ്ദമുണ്ടാക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അതാണ് പ്രഭേന്ദു ആദ്യം ചെയ്തതും. ത്രിവേദി പറയുന്നതനുസരിച്ച് ഒന്നിലധികം സ്ട്രിങ്സ് സ്ട്രൈക്ക് ചെയ്ത് ശബ്ദമുണ്ടാക്കുന്ന സ്ട്രമ്മിങ് രീതിയിലാണ് രണ്ടാമത് പ്രഭ ട്രൈ ചെയ്യുന്നത്. ആ സീൻ ശ്രദ്ധിച്ചാൽ നമുക്കത് കൃത്യമായി മനസ്സിലാവും. ആദ്യം ചെയ്യുന്നത് ഓരോ സ്ട്രിങ് വെവ്വേറെ ഇളക്കുക തന്നെയാണ്. എന്നാൽ രണ്ടാമത് ചെയ്യുമ്പോൾ ഒന്നിലധികം സ്ട്രിങ്സിൽ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. മൂന്നാമത് ത്രിവേദി സർ പറയുന്നത് ഷോർട്ടർ ക്യൂ കൊടുക്കാനാണ്. അപ്പോൾ 8 ബീറ്റ് ആവുന്നതിന് മുൻപ് 4ാമത്തെ ബീറ്റിൽ തന്നെ പാട്ട് പ്ലേ ആകുന്നുണ്ട്. പ്രഭ ഗിറ്റാർ വായിക്കാൻ തുടങ്ങുന്നുമുണ്ട്. പിന്നീട് പ്രഭ വായിക്കുന്നതിൽ ഒരേ സമയം പിക്കിങ്ങും സ്ട്രമ്മിങ്ങും വരുന്നുണ്ട്. മ്യൂസിക്കിനെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇതൊക്കെ പറഞ്ഞത്. ഇതൊന്നും അറിഞ്ഞില്ലെങ്കിലും ആ സീൻ നമുക്ക് ആസ്വദിക്കാൻ കഴിയും. പക്ഷേ ഇതൊക്കെ അറിഞ്ഞാൽ കുറച്ചുകൂടി കൃത്യതയോടെ നമുക്ക് ആ സീൻ ആസ്വദിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഡെലുലു പ്രഭയോട് ചോദിക്കുന്ന ഒരു കാര്യം അക്കോസ്റ്റിക് ഗിറ്റാറിസ്റ്റ് ആണോ എന്നതാണ്. പ്രഭ പറയുന്നത് അക്കോസ്റ്റിക്കിനേക്കാൾ ഇലക്ട്രിക് ആണ് ഇഷ്ടം എന്നാണ്. ത്രിവേദി സാറിനെ പോലെയുള്ളവർ അക്കോസ്റ്റിക് ആണ് പ്രിഫർ ചെയ്യുന്നത് എന്നും പറയുന്നുണ്ട്. സിനിമയുടെ തുടക്കത്തിൽ കൊച്ചിൻ കലാമേളയുടെ പരിപാടിയിൽ സൂക്ഷിച്ചു നോക്കിയാൽ പ്രഭേന്ദുവിൻ്റെ കയ്യിലിരിക്കുന്നത് ഇലക്ട്രിക് ഗിറ്റാറാണെന്ന് മനസ്സിലാവും. എന്നാൽ ത്രിവേദി സാറിന് വേണ്ടി റെക്കോർഡ് ചെയ്യാൻ ഫൈസലിൻ്റെ സ്റ്റുഡിയോയിലേക്ക് വരുമ്പോൾ ഉപയോഗിക്കുന്നത് അക്കോസ്റ്റിക് ഗിറ്റാറാണ്. അതുപോലെ കുട്ടൂസിൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നതും അക്കോസ്റ്റിക് ഗിറ്റാറാണ്. അക്കോസ്റ്റിക് ഗിറ്റാറാണ് കൂടുതൽ നാച്ചുറൽ ആയിട്ടുള്ള ശബ്ദം ഉണ്ടാക്കുന്നത്. അതിലെ കമ്പികളുടെ കട്ടി ഇലക്ട്രിക് ഗിറ്റാറിനെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. ഇലക്ട്രിക് ഗിറ്റാറിൻ്റെ ശബ്ദം കൂട്ടാൻ ആംപ്ലിഫയർ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ അക്കോസ്റ്റിക് ഗിറ്റാറിന് ആംപ്ലിഫയർ ആവശ്യമില്ല. അടുക്കളയിൽ നിന്ന് റൂമിലേക്ക് പ്രഭേന്ദു പോകുമ്പോൾ പ്രഭയുടെ മുറിയിൽ നിന്നും ഡെലുലു ഗിറ്റാർ വായിക്കുന്നത് കേൾക്കാം. ഡെലുലു വായിക്കുന്നത് അക്കോസ്റ്റിക് ഗിറ്റാറാണ്. പ്രഭയുടെ അച്ഛൻ ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഉപയോഗിച്ച് ശ്വാസം എടുക്കുന്നത് കാണിക്കുന്നുണ്ട്. വർഷങ്ങളായി പൂജയും മറ്റുമായി നടക്കുന്ന നമ്പൂതിരി ആയതുകൊണ്ട് ശ്വാസ സംബന്ധമായ അസുഖങ്ങൾ വന്നതായിരിക്കാം. ഇതുപോലെ ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞതാണെന്നോ കിഡ്നി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞതാണെന്നോ ഒക്കെ കാണിച്ചിരുന്നെങ്കിലും അച്ഛനും മകനുമായുള്ള ഒരു ഇമോഷണൽ ഹുക്കൊക്കെ നിലനിർത്താൻ കഴിയുമായിരുന്നു. പക്ഷേ ഇത് വളരെ ലോജിക്കലിയാണ്. പൂജയും മറ്റുമായി നടക്കുന്ന ആൾക്ക് പുകയും പൊടിയും ഒക്കെ അടിക്കാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് ശ്വാസ സംബന്ധമായ അസുഖം വന്നെന്ന് കാണിക്കുന്നത്. അമ്മ വീണ വായിക്കുമായിരുന്നെന്ന് പ്രഭേന്ദു ഡോക്ടർ റാഫേലിനോട് പറയുന്നുണ്ട്. അച്ഛൻ്റെ മുറിയിൽ പ്രഭയുടെ അമ്മ സുജാത ഉപയോഗിച്ചിരുന്ന വീണ വെച്ചിട്ടുണ്ട്. അച്ഛൻ അമ്മയുടെ എല്ലാ വസ്തുക്കളും വർഷങ്ങൾക്ക് ശേഷവും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. മായ പോയതിന് ശേഷം ഓൺലൈനിൽ ഓർഡർ ചെയ്തു വരുന്ന വെള്ളയിൽ ലാവൻഡർ പൂക്കളുള്ള ഉടുപ്പ് പ്രഭേന്ദു റിട്ടേൺ ചെയ്യുന്നില്ല. പിന്നീട് മായയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ചുമരിലെ ഫോട്ടോയിൽ മായ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഓൺലൈനിൽ ഓർഡർ ചെയ്തു വന്ന അതേ ഡ്രസ്സാണ്. മായയുടെ ഏറ്റവും പ്രിയപ്പെട്ട വൈറ്റിൽ ലാവൻഡർ ഫ്ലവേഴ്സ് ഉള്ള ഡ്രസ്സ്. മായയ്ക്ക് ഇഷ്ടമുള്ള ആളിൻ്റെ ഫോട്ടോ കാണിക്കാൻ വേണ്ടി മായയുടെ അമ്മ പറയുമ്പോൾ അമ്മ ഫോട്ടോ കണ്ട് ജഡ്ജ് ചെയ്യുമെന്ന് പറഞ്ഞ് മായ ഫോട്ടോ കാണിക്കുന്നില്ല. മായയുടെ മരണശേഷം മായയുടെ പാരൻസിന് അയാളുടെ ഫോട്ടോ കാണണമെന്നുണ്ടായിരുന്നെങ്കിൽ ഫോൺ നോക്കിയാൽ മതിയായിരുന്നില്ലേ എന്നൊരു ചോദ്യം കേട്ടിരുന്നു. മായയ്ക്ക് ആക്സിഡൻറ്റ് സംഭവിക്കുന്നത് കാറിൽ നിന്നും ഫോൺ എടുത്തുകൊണ്ട് ഡോർ തുറന്ന് പുറത്തിറങ്ങുമ്പോഴായിരുന്നു. ആ ആക്സിഡൻറ്റിൽ മായയുടെ ഫോൺ പൂർണ്ണമായും തകർന്നു പോയിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് അവർ ആരും മായ സ്നേഹിച്ചിരുന്ന ആളെ കാണാതിരുന്നത്.
മായയുടെ പ്രണയവും പ്രഭേന്ദുവിൻ്റെ പ്രണയവും ഒരുപോലെയാണ്. ഏതാണ്ടൊരു പാരലൽ കണക്ഷൻ ഉള്ളതുപോലെ. രണ്ടുപേരും അവർക്ക് ഇഷ്ടമുള്ള ആളെ കാണുന്നത് മറ്റൊരു നാട്ടിൽ വെച്ചാണ്. മായയാണെങ്കിൽ ബാംഗ്ലൂർ വെച്ചും പ്രഭയാണെങ്കിൽ മുംബൈയിൽ വെച്ചും. രണ്ടുപേരും അവരുടെ ഒരു സുഹൃത്ത് വഴി പരിചയപ്പെടുന്ന ആളെയാണ് പ്രണയിക്കുന്നത്. മായയുടെ സുഹൃത്ത് ആരാണെന്ന് പറയുന്നില്ല. പ്രഭേന്ദുവിൻ്റെ ഫ്രണ്ട് ഫൈസൽ വഴിയാണ് സാന്ധ്യയെ പരിചയപ്പെടുന്നത്. സാന്ധ്യ ആദ്യമായി ഒരു പ്രോഗ്രാമിന് ഇൻവൈറ്റ് ചെയ്തപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പിന്നീട് പ്രഭേന്ദുവിന് പോകാൻ മടിയായിരുന്നു. പക്ഷേ ഡെലൂലു നിർബന്ധിച്ചതുകൊണ്ടാണ് പ്രഭേന്ദു പോയത്. മായയെ കാണാൻ വേണ്ടി ആദ്യം വരാമെന്ന് പറഞ്ഞയാൾ പിന്നീട് വരുന്നില്ല എന്ന് തീരുമാനിച്ചതായും പറയുന്നുണ്ട്. ആദ്യം അയാൾ വരാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് പപ്പയും അമ്മയും മായയും അയാളെ കാണാൻ തയ്യാറായി പോയത്. പക്ഷെ പിന്നീട് അയാൾ വരുന്നില്ല എന്ന് പറയുകയായിരുന്നു. പ്രഭേന്ദുവിൻ്റെയും സാന്ധ്യയുടെയും പ്രണയത്തെക്കുറിച്ചുള്ള സംസാരത്തിനിടയിലാണ് കാറിൻ്റെ ഡോർ തുറന്ന് പ്രഭ പുറത്തിറങ്ങുന്നതും അപകടത്തിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെടുന്നതും. ഇതേപോലെ തന്നെയുള്ള സിറ്റുവേഷൻ മായയ്ക്കും ഉണ്ടായിരുന്നു. പക്ഷെ മായ അപകടത്തിൽ പെട്ടുപോയി. രണ്ടുപേരുടെയും പ്രണയവും അതുമായി ബന്ധപ്പെട്ട സന്ദർഭങ്ങളും ഒരുപോലെയാണ്. ഇന്ദുട്ടിയുടെ വല്യച്ഛൻ ജനാർദ്ദൻ്റെ ക്യാരക്ടർ പ്രഹ്ലാദൻ നമ്പൂതിരി. പ്രഭേന്ദു വല്യച്ഛൻ്റെ മുറിയിലേക്ക് കയറി വരുമ്പോൾ വല്യച്ഛൻ റേഡിയോ ട്യൂൺ ചെയ്യുകയായിരുന്നു. അതിൽ നിന്നും കേൾക്കുന്നത് സംസ്കൃത വാർത്തയായിരുന്നു. വല്യച്ഛന് സംസ്കൃതത്തിലൊക്കെ പാണ്ഡിത്യമുണ്ടെന്ന് വളരെ നാച്ചുറലായി കാണിക്കുന്ന ഒരു രംഗം. പാലക്കാട്ട് ഒരു വക്കീലിൻ്റെ മകൻ്റെ ദേഹത്തൊരു ബാധ കയറി അതൊഴിപ്പിക്കാൻ പോകാൻ വേണ്ടി രൂപ ഇന്ദുവിനോട് അപ്ഡേറ്റ് ചെയ്ത മന്ത്രങ്ങളുടെ PDF അയച്ചു തരാമെന്നും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ സുദർശന ഹോമത്തിൻ്റെ സെയിം സെറ്റപ്പാണെന്നും പറയുന്നുണ്ട്. ഈ സുദർശന ഹോമം എന്നത് ഹിന്ദു ദൈവമായ മഹാവിഷ്ണുവിൻ്റെ ആയുധമായ സുദർശന ചക്രത്തിൻ്റെ ശക്തിക്ക് സമർപ്പിക്കുന്ന ഹോമമാണ്. ഇത് ചെയ്യുന്നത് ബുദ്ധിമുട്ടുകളെ മറികടക്കാനും ദുർമന്ത്രവാദങ്ങളെ തകർക്കാനും ദുഷ്ടശക്തികളിൽ നിന്ന് രക്ഷ നേടാനും, അതായത് നെഗറ്റീവ് എനർജി ഇല്ലാതാക്കാനും ഒക്കെയാണെന്നാണ് വിശ്വാസം. അപ്പോൾ പ്രേതബാധ ഒഴിപ്പിക്കുന്ന കാര്യം പറയുമ്പോൾ സുദർശന ഹോമം പോലെ തന്നെ എന്ന് പറയുന്നത് യോജിക്കുന്ന കാര്യമാണ്. സിനിമകളിൽ പറയുന്ന സയൻസും ടെക്നോളജിയും ഒക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമാണോ എന്നാണ് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിരുന്നത്. അതുപോലെ തന്നെ സർവമായ സിനിമയിൽ പറഞ്ഞു പോകുന്ന ഹിന്ദു ആചാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ കൃത്യമാണ്. വെറുതെ സുദർശന ഹോമം എന്ന് മാത്രം പറയുന്നതിൽ എന്താണ് ഇത്ര കൃത്യത എന്ന് ചിന്തിക്കാൻ വരട്ടെ. അഡ്വക്കേറ്റ് ദിലീപിൻ്റെ വീട്ടിൽ ചെന്ന് ഹോമത്തിനായി തയ്യാറെടുക്കുമ്പോൾ വീട്ടിലെ ജോലിക്കാരി ചേച്ചി എടുത്തുകൊണ്ടുവരുന്ന സാധനങ്ങളിൽ ഒന്ന് വാഴപ്പഴമാണ്. സുദർശന ഹോമത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് വാഴപ്പഴം. അതുപോലെ പ്രഭേന്ദു നിലത്ത് വരച്ചിരിക്കുന്ന ചിത്രം സുദർശന ചക്രത്തിൻ്റെതിന് സമാനമാണ്. വെറുതെ എന്തെങ്കിലും ചെയ്യുകയല്ല സിനിമയിൽ. വളരെ കൃത്യമായ രീതിയിൽ തന്നെയാണ് ആചാരങ്ങളെ വളരെ ബഹുമാനത്തോടു കൂടിയാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡയലോഗ് നിവിൻ പോളിയുടെ തന്നെ ഒരു വടക്കൻ സെൽഫി എന്ന സിനിമയിലേതാണ്. നല്ല തണുത്ത കാറ്റുണ്ടല്ലേ. സിനിമയിൽ ഡെലൂലു മിക്കപ്പോഴും ഇട്ടിരിക്കുന്ന ടീഷർട്ടിലുള്ളത് സ്റ്റിച്ച് എന്ന ഡിസ്നി ക്യാരക്ടറാണ്. ഒരു അന്യഗ്രഹ ജീവിയായ സ്റ്റിച്ചിനെ ലിലോ എന്ന പെൺകുട്ടി കൂടെ കൂട്ടുന്നതും അവർ ഒരുമിച്ച് ലോകം എക്സ്പ്ലോർ ചെയ്യുന്നതുമൊക്കെയാണ് കഥ. ഇവിടെ ലിലോ ആൻഡ് സ്റ്റിച്ചിനെ പോലെ തന്നെയാണ് പ്രഭയും ഡെലൂലുവും. സോ ഡെലൂലു സ്റ്റിച്ചിനെ പോലെയാണ്. അമ്പലത്തിലെ ഉത്സവത്തിൽ നടന്നുകൊണ്ടിരുന്ന കലാരൂപം ചാക്യാർ കൂത്താണ്. ചാക്യാർ കൂത്തിലെ കഥ മഹാഭാരതത്തിലെ പാഞ്ചാലി സ്വയംവരമാണ്. ശ്രീരാജും കൂട്ടുകാരും പ്രഭേന്ദുവുമായുള്ള ഫൈറ്റ് സീനിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ മ്യൂസിക് കുഞ്ചൻ നമ്പ്യാർ എഴുതിയ കല്യാണ സൗഗന്ധികം തുള്ളൽ പാട്ടിലെ വരികളാണ്. ഇതിന് മുൻപത്തെ സീനിൽ അമ്പലത്തിൽ കാണിച്ചിരുന്നത് ചാക്യാർ കൂത്താണെന്ന് പറഞ്ഞല്ലോ. തുടർന്നുള്ള സീനിൽ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വരുമ്പോൾ നമ്മൾ ആദ്യം കരുതുക അവിടെ നടക്കുന്ന കലാരൂപത്തിലെ മ്യൂസിക് ആണെന്നാണ്. പക്ഷേ ഇത് രണ്ടും രണ്ട് കലാരൂപങ്ങളാണ്. ഉത്സവപ്പറമ്പിൽ ചാക്യാർ കൂത്തിന് ശേഷം തുള്ളൽ നടന്നു എന്ന് വേണമെങ്കിൽ കരുതാവുന്നതാണ്. വാട്ടർ ഫിൽട്ടർ സർവീസ് കഴിഞ്ഞാൽ വിളിക്കണം എന്ന് അച്ഛൻ പറഞ്ഞിരുന്നു എന്ന് തുളസി ദീപാങ്കുരനോട് പറയുന്ന സീൻ. അതിനുശേഷം മന്ത്രിയും ഒന്നിച്ച് ഫോട്ടോ എടുത്തതിന് ശേഷം പിന്നീട് അതുമായി ബന്ധപ്പെട്ട സീനുകളൊന്നും സിനിമയിൽ കാണിക്കുന്നില്ല. പക്ഷേ തുടർന്നുള്ള രംഗം ഡിലീറ്റഡ് സീനായി വന്നിരുന്നു. നീലകണ്ഠൻ നമ്പൂതിരി വാട്ടർ ഫിൽട്ടർ സർവീസ് ചെയ്ത ആളുമായി സംസാരിക്കുന്ന രംഗം ഉണ്ടായിരുന്നു. ആ രംഗത്തിലാണ് അടുക്കള വഴി വീട്ടിലേക്ക് കയറിയ പ്രഭേന്ദുവിനെ അച്ഛൻ കാണുന്നത്. ആ സീനിൽ വാട്ടർ ഫിൽട്ടർ റിപ്പയറിങ് കഴിഞ്ഞ ആളുമായി നീലകണ്ഠൻ നമ്പൂതിരി സംസാരിക്കുമ്പോൾ ഫിൽട്ടർ ചെയ്തെടുത്ത വെള്ളം ഒരു ഗ്ലാസ്സിലെടുത്ത് അതിനകത്തേക്ക് ഒരു ഉപകരണം ഇറക്കി അതിൽ റീഡിങ് വായിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നത് 55 റീഡിങ് എന്നാണ്. ഇതിന് മറുപടിയായി റിപ്പയർ ചെയ്യാൻ വന്നയാൾ പറയുന്നത് ഇനി വെള്ളം തിളപ്പിക്കുക പോലും ചെയ്യാതെ കുടിക്കാം എന്നാണ്. ഇത് കൃത്യമായ സയൻസ് ഡീറ്റെയിൽ ആണ്. ആ ഉപകരണം TDS മീറ്ററാണ്, ടോട്ടൽ ഡിസോൾവ്ഡ് സോളിഡ്സ് അഥവാ വെള്ളത്തിൽ ലയിച്ചിരിക്കുന്ന ലവണങ്ങളുടെ അളവ് കാണിക്കുന്ന ഉപകരണമാണത്. 55 എന്നത് 55 ppm അഥവാ 55 പാർട്സ് പെർ മില്യൺ എന്നാണ്. അതായത് 1 ലിറ്റർ വെള്ളത്തിൽ 55 മില്ലിഗ്രാം ലവണങ്ങൾ ലയിച്ചിരുന്നു എന്നാണ്.
50 മുതൽ 150 ppm വരെയൊക്കെയാണ് കുടിവെള്ളത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് TDS അളവ്. സോ സിനിമയിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യം സയൻറ്റിഫിക്കലി വളരെ കറക്റ്റാണ്. തിളപ്പിക്കാതെയും കുടിക്കാം. ഒരു മീറ്റിംഗ് ഉണ്ട്, 10 മണിക്ക് ഓട്ടോ വരാൻ പറയണം എന്ന് വല്യച്ഛൻ പ്രഭയോട് പറയുന്ന സീൻ. ആ സീനിൽ തുടർന്ന് പ്രഭയും ഡെലൂലുവുമായുള്ള സംഭാഷണമാണ്. അതിനിടയ്ക്ക് വല്യച്ഛൻ പ്രഭയെ വിളിച്ച് മീറ്റിംഗ് 11 മണിക്കാണ്, അതിനനുസരിച്ച് ഓട്ടോ പറഞ്ഞാൽ മതിയെന്ന് പറയുന്നുമുണ്ട്. ഈ മീറ്റിങ്ങിനെ കുറിച്ച് സിനിമയിൽ തുടർന്നൊന്നും പറയുന്നില്ല. പക്ഷേ സിനിമയുടെ ഡിലീറ്റഡ് സീൻസ് വന്നപ്പോൾ അതിൽ ഈ മീറ്റിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. പ്രഭേന്ദു പൂജകൾക്കായി സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ഹൃദയപൂർവ്വം എന്ന ഓട്ടോയും അനിമോൻ എന്ന ഡ്രൈവറും. ഓട്ടോയ്ക്ക് ഹൃദയപൂർവ്വം എന്ന പേരിടാൻ കാരണം അനിമോന് ഹൃദയ സംബന്ധമായ ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് കരുതി ജനങ്ങളോട് പണം പിരിച്ചിരുന്നു. പക്ഷേ ഓപ്പറേഷൻ വേണ്ടി വന്നില്ല, മരുന്ന് കഴിച്ച് അസുഖം മാറി. പിരിച്ചു കിട്ടിയ 10 ലക്ഷം രൂപ ഉപയോഗിച്ച് അനിമോൻ 3 ഓട്ടോകൾ വാങ്ങി. അതിലൊന്നാണ് ഇത്. അതുകൊണ്ടാണ് ഓട്ടോയ്ക്ക് ഹൃദയപൂർവ്വം എന്ന പേരിട്ടത്. ഈ കാര്യങ്ങളൊക്കെ അനിമോൻ പ്രഭയുടെ വല്യച്ഛനോട് പറയുന്നതായാണ് രംഗം. അതിന് കാരണം പ്രഭയുടെ വല്യച്ഛൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് അനിമോൻ്റെ ചികിത്സയ്ക്കായി പണം സ്വരൂപിക്കാൻ മുന്നിട്ടിറങ്ങിയത്. ഇതേ കമ്മിറ്റിയുടെ മീറ്റിങ്ങിന് പോകുന്ന കാര്യമാണ് സിനിമയിൽ പറയുന്നത്. ഇനി ഡെലൂലുവിൻ്റെ ലവർ പ്രഭേന്ദു ആയിരുന്നു എന്ന ചോദ്യം സിനിമയുടെ അവസാനം ഒരുപാട് പേരുടെ മനസ്സിൽ തങ്ങി നിന്നിട്ടുണ്ട്. പ്രഭ ആയിരുന്നില്ല മായയുടെ ലവർ, അത് മറ്റാരോ ആയിരുന്നു. പ്രഭയ്ക്ക് ഇതിനു മുൻപേ മായയെ അറിയുമായിരുന്നെങ്കിൽ ആദ്യമായി കണ്ടപ്പോൾ തന്നെ കഥ തീർന്നേനെ. പക്ഷേ അവസാനം ആവുമ്പോഴേക്കും മായയ്ക്ക് പ്രഭയോട് പ്രണയമാവും. മായ സ്നേഹിച്ചിരുന്നയാളെ മായയുടെ കുടുംബത്തിൽ ആരും കണ്ടിട്ടില്ല. അവരുടെ മനസ്സിൽ അങ്ങനെ ഒരാൾ അജ്ഞാതനായി എല്ലാ കാലവും നിലനിൽക്കാതിരിക്കാൻ വേണ്ടിയാണ് പ്രഭേന്ദു ആ വീട്ടിലേക്ക് ചെല്ലുന്നതും അമ്മയെ കാണുന്നതും. എപ്പോഴും ഒരു ജഡ്ജ്മെൻ്റൽ സ്വഭാവമുള്ള മുൻവിധിയോടെ ആളുകളെ കാണുന്നയാളാണ് മായയുടെ അമ്മ ആനി. പ്രഭ അവിടെ ചെല്ലുന്നതും മായയ്ക്ക് ഇഷ്ടമുണ്ടായിരുന്നയാൾ താനാണ് എന്ന് സമ്മതിക്കുന്നതോടും കൂടി തൻ്റെ മകൾ കണ്ടെത്തിയ ആൾ ആരാണെന്നും അയാൾ നല്ലൊരു വ്യക്തിയാണെന്നും ആനി തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. ആ ഒരു ക്ലൈമാക്സ് അനിവാര്യമായിരുന്നു. കൂടുതൽ സിനിമ ഹിഡൻ ഡീറ്റെയിൽസ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.